ഹായ്, പ്രൈസ് ഗോഡ്. എൻ്റെ പേര് ജിറ്റി ട്രിസ തോമസ്. എൻ്റെ വീട് ചങ്ങനാശ്ശേരിയാണ്. ഞാനിപ്പോൾ ഇൻഫോ പാർക്കിൽ ഒരു കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനിന്നിവിടെ ആയിരിക്കുന്ന ഒരു കുഞ്ഞ് ദൈവാനുഗ്രഹം നിങ്ങളുടെ കൂടെ പങ്കുവയ്ക്കാനാണ്. കൊച്ചിയിലേക്ക് മാറിയപ്പോൾ എനിക്ക് വീണ്ടും ടെൻഷനായി. അയ്യോ, ഇനിയിപ്പം കുർബാന തപ്പി പോവുകയാണെങ്കിൽ എവിടെ പോകും അറിയില്ല, അവിടെയുള്ള സ്ഥലങ്ങളൊന്നും അറിയില്ല. അവിടെ ഉള്ളവരായിട്ടൊക്കെ കണക്ട് ചെയ്തെങ്കിലും ഞാൻ നിന്നൊരു ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ കുറച്ചധികം ഉള്ളിലേക്കാണ്. അപ്പം അവിടെ അടുത്തൊക്കെ പള്ളിയില്ല. ഒരു അടുത്തൊരു പള്ളി പോകണമെങ്കിൽ വേറെ സൈഡിലേക്ക് ഒരു 2-3 കിലോമീറ്റർ ട്രാവൽ ചെയ്യണം. കുറച്ച് ഒരു ഉൾപ്രദേശമാണ്. അപ്പം അവിടെയൊക്കെ തന്നെ നടന്നു പോകുന്ന അത്ര ഫീസിബിൾ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നില്ല. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എനിക്ക് കുർബാന അടുത്തുള്ളൊരു അല്ലെങ്കിൽ പരിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ പറ്റുന്ന രീതിയിലൊരു ഹോസ്റ്റൽ തരണേന്ന്. പക്ഷേ അത് കിട്ടിയില്ല ആദ്യമേ. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചു, തമ്പുരാനെ, അത് ഭയങ്കര എനിക്ക് കുറച്ച് സങ്കടമായി. കാരണം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടും തമ്പുരാനത് തന്നില്ലല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു. പക്ഷേ അവിടെയൊക്കെ തമ്പുരാൻ്റെ അനുഗ്രഹം ഞാൻ കണ്ടത്, ഞാൻ ചെന്ന സമയങ്ങളിൽ അവിടെ ജീസസ് ഇൻഫോ പാർക്കിൻ്റെ ഇനിഷ്യേറ്റീവിൽ ഇൻഫോ പാർക്കിന് ഏറ്റവും മാക്സിമം അടുത്തുള്ള ഒരു പള്ളി ഒരു 2 കിലോമീറ്റർ അടുത്താണ്. അപ്പം ആ ഒരു പള്ളിയിൽ വ്യാഴാഴ്ചകളിൽ എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച വൈകിട്ട് 7:30 കുർബാനയുണ്ട്. അപ്പം അത് എനിക്ക് അവിടെ പോകാൻ പറ്റും. പക്ഷെ ബാക്കി ദിവസങ്ങളിലൊന്നും എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കാരണം രാവിലെ 9 മുതൽ 6 വരെയാണ് ഓഫീസ് ടൈം. അപ്പം ഞാൻ നോക്കിയപ്പം മിക്ക പള്ളികളിലും രാവിലെ 6:30ക്കാണ് കുർബാന. അപ്പം അത് എത്തിപ്പെടുന്ന എനിക്ക് അത്രയും പറ്റുന്നില്ലായിരുന്നു. ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പല സമയങ്ങളിലും, ചില ദിവസങ്ങളൊക്കെ പോകാൻ പറ്റി. പക്ഷേ വൈകിട്ട് ഞാൻ നോക്കിയപ്പം ചില പള്ളികളിൽ ഏറ്റവും ലാസ്റ്റത്തെ അടുത്ത് പോകാൻ പറ്റുന്ന പള്ളിയിൽ ലാസ്റ്റ് കുർബാന 6 മണിക്കാണ്. എനിക്ക് ഓഫീസ് തീരുന്നത് 6 മണിക്കാണ്. അപ്പം ഞാൻ ആദ്യമേ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അതിനുവേണ്ടി പോകാനായിട്ട്. അപ്പം പക്ഷേ കുറച്ച് എഫേർട്ട് എടുത്ത് ചില ദിവസങ്ങളിൽ 5:45, 5:30 അല്ലെങ്കിൽ 5:45 നേരത്തെ ഇറങ്ങി ഓട്ടോ പിടിച്ചു. അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അവൾ പോണ ആ വഴിയാണ് അവൾ വീട്ടിൽ പോകുന്നത്. അപ്പം ചിലപ്പോൾ അവളെയും കൂടി ഒന്ന് നേരത്തെ ഇറക്കിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി പെട്ടെന്ന് 5:45, 5:30 ആകുമ്പോൾ ഇറങ്ങി 6 മണിക്ക് പള്ളിയിലെത്തുന്ന രീതിയിൽ പോയിട്ട് തിരിച്ച് ബസ്സിനോ ഓട്ടോയ്ക്കൊക്കെയാണ് തിരിച്ചു വരുന്നത്. പക്ഷേ എങ്ങനെ പോയാലും രാവിലെ ഒരു 8:15 ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയാൽ പരിശുദ്ധ കുർബാന അർപ്പിച്ച് വരുമ്പോൾ തിരിച്ച് ഹോസ്റ്റലെത്തുമ്പോൾ ഒരു 8:30, 9 മണിക്കാവും. 9 മണിക്കാണ് അവിടെ ഫുഡ്. അപ്പോൾ ഒരു ഡേ ഭയങ്കര പാക്ഡ് ആയിരുന്നു. അപ്പം ഇങ്ങനെ ആ സമയങ്ങളിലൊക്കെ എനിക്കതൊക്കെ ഓർക്കുമ്പോൾ ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. ഈശോയെ, ഞാനിങ്ങനെ കുറച്ച് ആകുലപ്പെടാൻ തുടങ്ങി. അതായത് ഈശോയെ, ഞാൻ നോക്കുമ്പോൾ ഒത്തിരി സമയം എടുക്കുന്നു, എൻ്റെ സമയം കുറേ പോകുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ആ സമയത്ത് എനിക്ക് ആദ്യം തുടങ്ങിയ സമയത്ത് ശമ്പളമൊക്കെ കുറച്ച് കുറവായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണോ, ഞാൻ ഒത്തിരി എൻ്റെ പൈസ കുറച്ച് ഇതുപോലെ പോകണമെങ്കിൽ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി എടുക്കുന്നു. അപ്പം ഞാനിങ്ങനെ കുറച്ച് ആകുലപ്പെടാനായിട്ട് തുടങ്ങി. അപ്പം ആകുലപ്പെടുന്നതിൽ എനിക്ക് ചെറിയൊരു റിഗ്രറ്റ് വരാൻ തുടങ്ങി. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഹോളി വീക്ക്, ആ സമയത്ത് ഹോളി വീക്ക് ആയിരുന്ന സമയത്ത് അവിടുത്തെ ഒരു പള്ളിയിൽ കുർബാനയ്ക്ക് പോയിട്ട് വിശുദ്ധ കുമ്പസാരത്തിന് വേണ്ടി ഞാൻ ഒരുങ്ങുന്നത്. അപ്പം ഞാനിങ്ങനെ കുമ്പസാരത്തിൽ തുറന്നു പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു ചിന്തയൊക്കെ ഉണ്ട്, ഇങ്ങനെ ഒരു റിഗ്രറ്റ്, അതിൻ്റെ പേരിൽ ഞാനിങ്ങനെ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കിങ്ങനെ ചിന്ത ഇടയ്ക്കിടയ്ക്ക് വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ആ ഒരു കുമ്പസാരത്തിൽ എനിക്ക് കിട്ടിയ റിഫ്ലക്ഷനാണ്, ഇപ്പം നിനക്ക് നേരത്തെ എല്ലാം ക്രമീകരിക്കപ്പെട്ടിങ്ങനെ ഇരിക്കുമായിരുന്നു, ഇപ്പം പക്ഷെ നീ കുറച്ച് കാര്യങ്ങൾ നീ വില കൊടുക്കുന്നുണ്ടെന്ന്. അപ്പോഴാണ് ഞാനൊരു കാര്യം, അതിന് മുന്നേ കുറേ നാൾ മുന്നേ കേട്ടൊരു സെൻറ്റൻസ് ഉണ്ട്, വിലയുള്ളവനെ കിട്ടാനായിട്ട് നമ്മൾ വില കൊടുക്കണം എന്ന്. അത് എനിക്ക് ഭയങ്കര ടച്ചിങ് ആണ്. സത്യം പറഞ്ഞാൽ ആ ഒരു ദിവസം മുതൽ ഞാൻ പിന്നെ ആ ഒരു ചിന്തയിലേക്ക് അങ്ങനെ പോയിട്ടില്ല. ശരിയാണ്, എനിക്ക് ആ സമയത്ത് കൊടുക്കേണ്ടി വന്ന വില എൻ്റെ സമയവും അല്ലെങ്കിൽ എൻ്റെ കുറച്ച് പൈസയൊക്കെ ആയിരിക്കാം. ഓരോരുത്തർക്ക് അത് ഓരോ രീതിയിൽ. ഇപ്പം ജീവിതത്തിൽ അജ്ന ചേച്ചിയുടെ ഒക്കെ ജീവിതം വായിച്ചിട്ടുള്ളവർക്ക് നമുക്കറിയാം, ചേച്ചി എന്തോരം പെയിൻ എടുത്താണ് ഓരോ പരിശുദ്ധ കുർബാനയ്ക്കും പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളത്. പക്ഷെ എനിക്ക് ആ സമയത്ത് അത് എൻ്റെ കുറച്ച് സമയം എനിക്ക് വളരെ ഈസിലി കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു. അപ്പോൾ കുറച്ച് വില കൊടുത്ത് കുറച്ചധികം എഫേർട്ട് ഇട്ട് എന്നാലേ നമുക്ക് ആ വിലയുള്ളവനെ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്നൊരു കാര്യം. അപ്പം അത് എന്നെ കുറച്ച് ആശ്വസിപ്പിച്ചു. പക്ഷേ വീണ്ടും കർത്താവിൻ്റെ ഒരു ക്രമീകരണം എന്ന് പറഞ്ഞാൽ, ആ ഒരു എടച്ചിറ പള്ളിയിൽ ജീസസ് ഇൻഫോ പാർക്കിൻ്റെ ഇനിഷ്യേറ്റീവിൽ കുർബാന നടക്കുന്ന അവിടെ ഞാൻ വന്ന സമയത്ത് വ്യാഴാഴ്ച മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ വന്നൊരു 2-3 വീക്സ് കഴിഞ്ഞപ്പോൾ അവിടെ ബുധനാഴ്ചകളിൽ കുർബാന വന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവിടെ തിങ്കളാഴ്ചയും കൂടി കുർബാന ഇതേ സമയത്ത് 7:30 വെച്ചു. അപ്പോൾ തിങ്കൾ, ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ അവിടെ എന്നും 7:30 കുർബാനയുണ്ട്. വ്യാഴാഴ്ച ദിവസങ്ങളിൽ അഡോറേഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ, പിന്നെ കുമ്പസാരമുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര ബ്ലെസ്സിങ് ആയിരുന്നു. ഞാൻ നോക്കുമ്പോൾ കർത്താവ് എനിക്ക് വേണ്ടി ക്രമീകരിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വ്യാഴാഴ്ചകളുണ്ടായിരുന്നു, ബുധനാഴ്ചയായി, പിന്നെ അത് തിങ്കളാഴ്ചയായി, അങ്ങനെ. അപ്പം ഞാൻ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പിന്നെ എനിക്ക് ചിന്തിക്കേണ്ടത് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും മാത്രമാണ്. അപ്പോൾ
ചൊവ്വാഴ്ച ദിവസങ്ങളിൽ പിന്നെ വേറെ സ്ഥലത്ത് നമ്മൾ സമയം കണ്ടെത്തി അവിടെ കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി. വെള്ളിയാഴ്ചകളിൽ വീട്ടിൽ പോകുന്നതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് നമുക്ക് അടുത്തൊരു ചാപ്പലിൽ ഉച്ചയ്ക്ക് കുർബാനയുണ്ട്, അല്ലെങ്കിൽ ജിസിത്തിന് ഇൻ്റർനാഷണൽ ഓഫീസിൽ ഉച്ചയ്ക്ക് കുർബാനയുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തമ്പുരാൻ ഇങ്ങനെ ക്രമീകരിക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോൾ ജിസിത്ത് ഇൻഫോ പാർക്കിലുള്ളവർ ആരാണെങ്കിലും നമ്മളൊരു പരിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ പരിശുദ്ധ കുർബാന അന്ന് അർപ്പിച്ചതാണെങ്കിൽ പോലും നമുക്ക് വേണ്ടി അവരും കൂടി എഫേർട്ട് എടുത്ത് വരുന്നൊരു സാഹചര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു ജിസിത്തിൻ്റെ ഒരു ഫെലോഷിപ്പിൻ്റെയും ഒക്കെ ഒരു ബ്യൂട്ടി മനസ്സിലാക്കാൻ പറ്റുന്ന സമയങ്ങളായിരുന്നു. അപ്പോൾ ഇതുപോലെ പരിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നതിലൂടെ എനിക്ക് കിട്ടിയ ഒരു കുഞ്ഞു കാര്യം കൂടി ഞാനിങ്ങനെ പറയുകയാണ്. അതായത് ഞാനിങ്ങനെ ഒരു ദിവസം പരിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നതുകൊണ്ട് എനിക്ക് എന്താ കിട്ടുന്നത്. ഞാൻ ചിലപ്പോൾ നോക്കുമ്പോൾ കുറേ പേർക്ക് കുറേ അനുഭവങ്ങൾ കിട്ടുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, കർത്താവ് എനിക്ക് എന്താ കിട്ടുന്നത്? ഇപ്പം അന്ന് ഞാൻ പരിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് വൈകിട്ട് പോകുന്ന സമയത്ത് അവിടുത്തെ എല്ലാ ദിവസവും അവിടെ പ്രസംഗം പറയാറില്ല. അന്ന് അച്ഛൻ പ്രസംഗം പറഞ്ഞത് പരിശുദ്ധ കുർബാന ഒരു സ്നേഹത്തിൻ്റെയും അല്ലെങ്കിൽ സ്നേഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു കൂദാശയാണെന്നുള്ളൊരു കാര്യം. അതെനിക്ക് ആക്ച്വലി സ്ട്രൈക്കിംഗ് ആയി. കാരണം എൻ്റെ ലൈഫ് ട്രാൻസ്ഫോം ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്നെ പണ്ട് കണ്ടവർക്ക് കുറച്ചും കൂടി മനസ്സിലാവുമായിരിക്കും. ഞാൻ പണ്ട് എൻ്റെ ക്യാരക്ടർ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിരുന്നു. ഇപ്പോൾ നോക്കുന്ന എന്നെ അല്ല ഇപ്പോൾ കാണുന്നത്. അപ്പം എൻ്റെ ഒരു ജീവിതത്തിൽ കുറേയെങ്കിലും ഒരുപാട് ആൾക്കാരെ ഞാൻ സ്നേഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ആൾക്കാരോട് ക്ഷമിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിലും അത് പരിശുദ്ധ കുർബാനയ്ക്ക് പോയി നിന്നിട്ട് തമ്പുരാൻ്റെ കയ്യിലോട്ട് കൊടുക്കുമ്പോൾ അത് തമ്പുരാൻ അനുഗ്രഹിച്ച് തരുന്നതിൻ്റെ ആ ഒരു അനുഗ്രഹം എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ്റെ സ്വഭാവത്തിൽ വന്ന കുറേ ഡിഫറൻസസും എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ വന്ന കുറേ ഡിഫറൻസൊക്കെ പരിശുദ്ധ കുർബാനയുടെ ഒരു ഫ്രൂട്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതുപോലെ സ്നേഹിക്കാനും ക്ഷമിക്കാനൊക്കെ പറ്റും. പിന്നെ തമ്പുരാൻ നമ്മൾ എന്തൊരു ഡൗട്ട്സ് ആയിട്ട് നമ്മൾ ചിലപ്പോൾ പല സ്ട്രഗിൾസ് ആയിട്ടായിരിക്കും നമ്മൾ പരിശുദ്ധ കുർബാനയുടെ മുന്നിൽ ചെന്ന് നിൽക്കുക. അപ്പോഴത്തേക്കും പല സമയങ്ങളിലും തമ്പുരാൻ ചെറിയ ചെറിയ വാക്കുകൾ പറയുന്ന അല്ലെങ്കിൽ വചനങ്ങൾ ചിലപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് തരും. ഒരു പ്രാവശ്യമൊക്കെ ഞാനിങ്ങനെ പല കാര്യങ്ങളിട്ടിങ്ങനെ മനസ്സിൽ കൂടെ ചിന്തിച്ച് നിൽക്കുന്ന സമയത്ത് എനിക്കൊരു ഓർമ്മ എന്ന് വെച്ചാൽ ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് വചനങ്ങളും അല്ലെങ്കിൽ പല ചോദ്യത്തിലുള്ള ചില ഉത്തരങ്ങളും ഒക്കെ പരിശുദ്ധ കുർബാനയിൽ നിന്ന് ഇങ്ങനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ഒരു പരിശുദ്ധ കുർബാനയുടെ ഒരു ജേർണി ലൈഫിൽ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. തമ്പുരാൻ അനുഗ്രഹിച്ചത് കൊണ്ടുപോകാൻ പറ്റും. അപ്പം ഈ ഒരു സമയത്താണല്ലോ ഞാനിപ്പോൾ വർക്ക് ഫ്രം ഹോം ആണ്. ഈ ഒരു സമയത്താണല്ലോ ജോലിയുടെ സമയത്ത് പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി 1 മണിക്കൂർ മാറ്റി വെച്ചിട്ടാണ് ജോലിയും ബാക്കി ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പം ഈ ഒരു അനുഗ്രഹം നിങ്ങൾക്കും എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ഗോഡ്. താങ്ക് യു ഈശോയെ.